എടാ അപ്പോൾ ശ്രദ്ധിച്ചു, നമ്മൾ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് പറയാൻ പോകുന്നത്. ഇത് പഠിച്ചാൽ ഈ ചാപ്റ്ററിൽ എല്ലാം പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ എല്ലാം എഴുതാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ മോഡലിൽ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പുഷ്പം പോലെ ആൻസർ എഴുതാൻ പറ്റും. ഇത് ശ്രദ്ധിച്ചു. അപ്പോൾ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന വലിയ ചാപ്റ്ററിലെ ഒരു ചെറിയ ഷോർട്ട് കട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഷോർട്ട് കട്ട് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് മോഡലിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ സിമ്പിളാണ്. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരും, ഇൻ്റഗ്രൽ. ആ ഇൻ്റഗ്രൽ ക്വസ്റ്റ്യൻ വരുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കും. അതായത് മേളിലും താഴെയായിട്ട് എഴുതുന്ന ഫംഗ്ഷനുകൾ, അല്ലെങ്കിൽ നമ്മൾ ഫ്രാക്ഷനായിട്ട് എഴുതുന്ന ഫംഗ്ഷനുകളില്ലേ, അതായത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതുന്ന ഫംഗ്ഷൻ, ഇപ്പോൾ x² + 2x/5x + 7 ഇങ്ങനെ മേളിലും താഴെയായിട്ട് എഴുതുന്ന ഫംഗ്ഷൻ ഇല്ലേ, ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നിങ്ങളോട് ചോദിക്കുകയാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ മുകളിലും താഴെയായിട്ട് എഴുതുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നിങ്ങളോട് ചോദിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ മുകളിലും താഴെയായിട്ട് എഴുതുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് താഴെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോടാ, താഴെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് തന്നെയാണോ മുകളിൽ വരുന്നത് നോക്കണം. എന്താണ്? ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് തന്നെയാണോ മുകളിൽ വരുന്നത് നോക്കണം. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് തന്നെയാണ് മുകളിൽ വരുന്നതെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് എന്താണോ താഴത്തെ ഫംഗ്ഷൻ അതായിരിക്കും ആൻസർ, പ്ലസ് ഒരു സീറ്റോളം. കേട്ടല്ലോ? ഇനി എഴുതി വെച്ചിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നോക്കിയോ, കുറച്ചുകൂടി സിമ്പിളായിട്ട് എഴുതാം. നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്? താഴെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. നമ്മുടെ ഫംഗ്ഷൻ എപ്പോഴും താഴെ ആയിരിക്കും. അതിൻ്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ടെന്ന് നോക്കുക. f(x)ൻ്റെ ഡെറിവേറ്റീവ്, അതായത് ഈ താഴെ കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ടെന്ന് നോക്കുക. ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, താഴത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ട്, അതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് എന്താണോ താഴത്തെ ഫംഗ്ഷൻ അതാണ് ആൻസർ. കേട്ടല്ലോ? ഇത് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ഏത് മാത്രം? ഇൻ്റഗ്രൽ താഴത്തെ ഫംഗ്ഷൻ, ഇൻ്റഗ്രൽ ഓഫ് താഴത്തൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ ആൻസർ ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ. എന്താണ്? താഴത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ. അത്രേ ഉള്ളൂ. എന്താണ്? താഴത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ. ഇത്ര ഉള്ളടാ. ദേ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ദേ ശ്രദ്ധിച്ചോ, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, വളരെ സിമ്പിൾ. ദേ ശ്രദ്ധിച്ചോ, ഇൻ്റഗ്രൽ നോക്ക്. ദേ sec² x എന്ന് മേളിൽ വന്നു, താഴെ 1 + tan x എന്ന് വന്നു dx. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ മോഡലാണെന്ന് എങ്ങനെ മനസ്സിലാകും? എടാ ഈ മോഡലാണെന്ന് മനസ്സിലാക്കാൻ ഒന്നുമില്ല. മേളിലും താഴെയായിട്ടാണ് ഫംഗ്ഷൻ തരുന്നതെങ്കിൽ താഴത്തെ ഫംഗ്ഷൻ എന്താണോ അതെടുത്ത് എഴുതുക. താഴത്തെ ഫംഗ്ഷൻ എന്താടാ? 1 + tan x അല്ലേ? ഈ 1 + tan x-ൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കുക. ഡെറിവേറ്റീവ് ഡിഫറൻസിയേഷൻ നടത്തണം. ഇതിന് മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ച കാര്യം കേട്ടല്ലോ. 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 പ്ലസ് tan x-ൻ്റെ ഡെറിവേറ്റീവ് എന്താടാ? sec² x അല്ലേ? അപ്പോൾ 0 + sec² x എന്ന് തോന്നുന്നു, sec² x എന്ന് തോന്നുന്നു. അതായത് 1 + tan x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? sec² x. അപ്പോൾ നോക്ക്, 1 + tan x എന്ന് പറയുന്ന ഫംഗ്ഷനാണ് താഴെ വന്നിട്ടുള്ളത്, അതിൻ്റെ ഡെറിവേറ്റീവായ sec² x മേളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഉത്തരം എന്താണ്? ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ എന്താണോ അത്. എന്താണ് താഴത്തെ ഫംഗ്ഷൻ? 1 + tan x പ്ലസ് ഒരു സീറ്റോളണം. ഇത്ര ഉള്ളു പരിപാടി, സിമ്പിൾ. അപ്പോൾ എന്താ ഓർക്കേണ്ടത്? താഴത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ ആൻസർ ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ. ഇത്ര ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇതേ നോക്ക്, 1 + sin x = cos x. അപ്പോൾ താഴത്തെ ഫംഗ്ഷൻ നോക്കടാ, 1 + sin x ആണ് താഴത്തെ ഫംഗ്ഷൻ. മേളിലും താഴെയായിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇത് ചെക്ക് ചെയ്ത് നോക്കിയോ. ഇതല്ലെങ്കിൽ നിങ്ങൾ വേറെ മോഡലിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ 1 + sin x-ൻ്റെ ഡെറിവേറ്റീവ്, 1ൻ്റെ ഡെറിവേറ്റീവ് 0, sin x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x. 0 + cos x എന്താണ്? cos x. അപ്പോൾ ഇവിടെ നോക്കിയോ, 1 + sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് cos x ആണ്. 1 + sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x മേളിലുണ്ട്. അപ്പോൾ ആൻസർ എന്തെഴുതും? ഒറ്റയടിക്ക് ആൻസർ എഴുതാം, ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ, ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ പ്ലസ് സി. സിമ്പിൾ അല്ലേ? ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്, 3x² / 1 + x³ നോക്ക്, മേളിലും താഴെയാണ്. അപ്പോൾ ഇതുണ്ടോ നോക്കുക. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 1 + x³ ആണ് താഴെ വന്നിട്ടുള്ളത്. അതിൻ്റെ ഡെറിവേറ്റീവ് നോക്കാം അല്ലേ? 1ൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് x³ ഡെറിവേറ്റീവ് എന്താണ്? ഈ 3 ഇറങ്ങി താഴത്തേക്ക് വരും. അപ്പോൾ 3x, 3 1 കുറച്ച് മേളിൽ എഴുതണം, 3 - 1. അപ്പോൾ 0 + 3x, 3 - 1 എത്രയാണ്? 2. അപ്പോൾ 0 + 3x² എത്രയാണ്? 3x² തന്നെ. അപ്പോൾ 1 + x³ ഡെറിവേറ്റീവ് 3x². അത് തന്നെയല്ലേ മേളിൽ വന്നിട്ടുള്ളത്.
അപ്പോൾ ആൻസർ നോക്ക്, താഴത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നു. അപ്പോൾ ആൻസർ 1 പ്ലസ് ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ പ്ലസ് സി 1 പ്ലസ് എക്സ് ക്യൂബ് അല്ലേ. അപ്പോൾ എന്ത് വന്നു, ലോഗ് മോഡ് 1 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് സി, ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ കേട്ടല്ലോ. ഇത്രയുള്ള പരിപാടി. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന വേറെ ചോദ്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഷോർട്ട് കട്ട് വെച്ച് ചെയ്യാൻ പറ്റില്ല. ഈ മോഡലിൽ വന്നാൽ ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് ഈ മോഡലാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. വളരെ സിമ്പിൾ, ഭയങ്കര എളുപ്പം.